ലൈവ് വാർത്ത നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് വിജയകൃഷ്ണ ജ്വല്ലറി പുനലൂർ, പവിത്രം ജ്വല്ലറി പുനലൂർ, തോട്ടുകടവിൽ പുനലൂർ, ജോസ് ടെക്സ്റ്റൈൽസ് പുനലൂർ. ദേവ സ്റ്റാർ ഹോംസ് കെട്ടിട നിർമ്മാണം സ്വപ്ന സമാനമാക്കുവാൻ ദേവ സ്റ്റാർ ഹോംസിൽ വശ്യചാരുതയാർന്ന വർണ്ണവിസ്മയം ഒരുക്കിയിരിക്കുന്നു. മോഡുലാർ കിച്ചൺ, പ്ലംബിംഗ്, ടൈൽസ്, സാനിറ്ററി, പെയിന്റ്, ഫർണിച്ചർ, ഗ്രാനൈറ്റ്, സിമെന്റ്, CP ഫാൻസി ഐറ്റംസ്. ദേവ സ്റ്റാർ ഹോംസ് പുനലൂർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, ഫാനുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പലിൽ ഇലക്ട്രോണിക്സ്, SBT സമീപം, മെയിൻ റോഡ്, പുനലൂർ. ചായം ചിന്നും ശലഭം സമയാസൻ മായിക ലോകത്തിൽ നിന്നും വരൂ. ഈ ഭൂവിൽ 1000 വർണ്ണങ്ങൾ തൂകുവാനായി തെളിയും മഴവിൽ Samiya's Wedding Arcade, SBT Building, Vilakudi, Kunnikode. നമസ്കാരം, ലൈവ് വാർത്തയിലേക്ക് സ്വാഗതം. ഞാൻ ശ്രീലക്ഷ്മി. പ്രധാന വാർത്തകൾ. തെന്മല ഫോറസ്റ്റ് ഡിവിഷനിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ചത്തത് 6 വയസ്സുള്ള ആൺപുലി. പത്തനാപുരം നീലിക്കോണത്ത് പൊതുശ്മശാനത്തിന്റെ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് അധികൃതർ. അഞ്ചൽ അരിപ്ലാച്ചിയിൽ തീപിടുത്തം. എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമാണ് കാടിന് തീപിടിച്ചത്. വാർത്തകൾ വിശദമായി. തെന്മല ഫോറസ്റ്റ് ഡിവിഷനിലെ ഹാരിസൺ എസ്റ്റേറ്റിന്റെ 2ാം ഡിവിഷനിലെ തോടിനോട് ചേർന്ന് പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. 6 വയസ്സുള്ള ആൺപുലിയുടെ ജഡമാണ് കണ്ടെത്തിയത്. ചൊവ്വാഴ്ച രാവിലെ ടാപ്പിങ്ങിനെത്തിയ സ്ത്രീ തൊഴിലാളിയാണ് പുലിയുടെ ജഡം കണ്ടെത്തിയത്. രാവിലെ 6 മണിക്ക് അങ്ങോട്ട് കാട്ടിൽ പോകുമ്പോൾ ഇത് കിടപ്പുണ്ട്. ചത്താന്നോ എന്തോന്നുള്ള അറിഞ്ഞുകൂടായിരുന്നു. അങ്ങനെ എളുപ്പം ഞാനങ്ങ് പോയി. ഇവരാണ് ഇക്കാര്യം നാട്ടുകാരെ അറിയിച്ചത്. തുടർന്ന് വനം വകുപ്പ് അധികൃതർ എത്തി പുലി ചത്തതായി സ്ഥിരീകരിക്കുകയായിരുന്നു. 6 വയസ്സുള്ള ആൺപുലിയെയാണ് ചത്ത നിലയിൽ കണ്ടെത്തിയത്. വനപാലകർ വിശദമായ പരിശോധനകൾ നടത്തി. ഇതോടെ ഈ മേഖലയിൽ പുലിയുടെ സാന്നിധ്യമുള്ളതായി ബോധ്യപ്പെട്ടതോടെ നാട്ടുകാർ പരിഭ്രാന്തിയിലാണ്. പുലിയുടെ ശല്യം തോട്ടം മേഖല രൂക്ഷമായിക്കൊണ്ടിരിക്കുകയാണ്. പുലി മാത്രമല്ല, കാട്ടുമൃഗങ്ങളുടെ കുരങ്ങ്, ആന, തോട്ടം തൊഴിലാളികൾക്ക് വളരെ ബുദ്ധിമുട്ടുണ്ടാക്കുന്നൊരു സംഭവം തന്നെയാണ്. കന്നുകാലികളെ പിടിക്കുക, ആ തൊഴിലാളികൾ ജോലിക്ക് പോകുന്നവർക്ക് ബുദ്ധിമുട്ട്. യാതൊരു നടപടിക്രമങ്ങളും ഗവൺമെൻറ് ഭാഗത്തു നിന്ന് ഇതുവരെ ഉണ്ടായിട്ടില്ല. വല്ലപ്പോഴും ഒരു കൂട് കൊണ്ടുവയ്ക്കുന്ന, അല്ലാതെ കൂട് കൊണ്ടുവയ്ക്കുക, ഒരു പട്ടിയെ കൊണ്ട് കെട്ടിയിടുക അതിനകത്ത്, അതല്ലാതെ മറ്റൊന്നും ഇതുവരെ ഉണ്ടായിട്ടില്ല. ഇതിങ്ങനെ രൂക്ഷമായി കൊണ്ടിരിക്കുകയാണ്. എന്ത് സംഭവിക്കും എന്ന് നമുക്ക് ഇങ്ങനെ ഇത് തന്നെ സംഭവം കണ്ടുകൊണ്ടിരിക്കുക, അത്രയേ ഉള്ളൂ. ന്യൂസ് ബ്യൂറോ, തെന്മല. കമുങ്ങഞ്ചേരി തിരുവിളങ്ങോനപ്പൻ ക്ഷേത്രത്തിൽ അഷ്ടബന്ധ നിവാരണ കലശത്തിന് തുടക്കമായി. 18-ന് ചടങ്ങുകൾ സമാപിക്കും. 16-ന് രാവിലെ 6-ന് ഗണപതി ഹോമം, ശതകലശാഭിഷേകം, വൈകുന്നേരം 6-ന് ഗണപതി പൂജ, ആചാര്യവരണം. 17-ന് രാവിലെ 6 മുതൽ കലശാഭിഷേകം, ബ്രഹ്മകലശ പൂജ, വൈകുന്നേരം 5:30-ന് അധിവാസ ഹോമം, കലശാധിവാസം. സമാപന ദിവസമായ 18-ന് രാവിലെ 6 മുതൽ ഗണപതി ഹോമം, ഉഷപൂജ. ഉച്ചകഴിഞ്ഞ് 2 മുതൽ 2:45 വരെയുള്ള ഇടവം രാശി മുഹൂർത്തത്തിൽ അഷ്ടബന്ധ സ്ഥാപനം, ബ്രഹ്മകലശാഭിഷേകം, ഉച്ചപൂജ, മംഗളാരതി, അന്നദാനം എന്നിവയും നടക്കുമെന്ന് ക്ഷേത്ര ഉപദേശക സമിതി അറിയിച്ചു. ഏകദേശം 8 ലക്ഷം രൂപയോളം ചെലവ് വരുന്ന അതിബൃഹത്തായ ബിംബപീഠാദികൾ ബന്ധിപ്പിക്കുന്ന അഷ്ടബന്ധ കലശമെന്ന മഹകർമ്മം പൂക്കുളത്ത് മഠത്തിൽ തന്ത്രിമുഖ്യൻ ബ്രഹ്മശ്രീ മാധവരി ശംഭു പോറ്റിയുടെ മുഖ്യ കാർമ്മികത്തിൽ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇതിന് ക്ഷേത്രോപദേശക സമിതിയുടെയും നാട്ടുകാരുടെയും നേതൃത്വത്തിലുള്ള ഒരു ചടങ്ങാണ്. ന്യൂസ് ബ്യൂറോ, പുനലൂർ. പത്തനാപുരം നീലിക്കോണത്ത് പൊതു ശ്മശാനത്തിന്റെ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്ന് നിർമ്മാണ പ്രവർത്തനങ്ങൾ തടസ്സപ്പെട്ടു. നീലിക്കോണത്തെ പഞ്ചായത്ത് വക ഭൂമിയിൽ
പൊതുശ്മശാനം ഉൾപ്പെടെയുള്ള നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താനുള്ള പത്തനാപുരം ഗ്രാമപഞ്ചായത്തിന്റെ ശ്രമത്തിനെതിരെ വീണ്ടും പ്രദേശവാസികളുടെ പ്രതിഷേധം. JCB ഉപയോഗിച്ച് മണ്ണെടുക്കുന്ന നിർമ്മാണ പ്രവർത്തനങ്ങൾ നാട്ടുകാർ തടഞ്ഞു. തിങ്കളാഴ്ച രാവിലെ 11 മണിയോടെ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. നജി മുഹമ്മദിന്റെ നേതൃത്വത്തിൽ 18 മെമ്പർമാരാണ് പൊതുശ്മശാനത്തിന്റെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ സ്ഥലത്തെത്തിയത്. JCB ഉപയോഗിച്ച് മണ്ണെടുക്കുന്ന ശബ്ദം കേട്ട് ഓടിയെത്തിയ നാട്ടുകാർ നിർമ്മാണം തടയുകയായിരുന്നു. സ്ത്രീകളടക്കമുള്ളവർ JCBക്ക് മുന്നിൽ കുത്തിയിരുന്ന് പ്രതിഷേധിച്ചു. ഇതിനിടെ വാർഡ് മെമ്പർമാരും നാട്ടുകാരും തമ്മിൽ വാക്കേറ്റമായി. പത്തനാപുരം SI പ്രവീണിന്റെയും വസന്തകുമാറിന്റെയും നേതൃത്വത്തിലുള്ള പോലീസ് എത്തിയാണ് സ്ഥിതിഗതികൾ ശാന്തമാക്കിയത്. പ്രദേശത്ത് നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്തരുതെന്ന കോടതി ഉത്തരവുമായാണ് നാട്ടുകാരും എത്തിയത്. കോടതി ഉത്തരവിനെ തുടർന്ന് പ്രവർത്തനം താൽക്കാലികമായി നിർത്തിവച്ച് പഞ്ചായത്ത് അധികൃതർ മടങ്ങുകയായിരുന്നു. പ്രദേശത്ത് ജനകീയ പ്രക്ഷോഭം ഉണ്ടായിട്ടും വാർഡ് മെമ്പർ ഷേഖ് ഫരീദ് സ്ഥലത്തെത്തിയിരുന്നില്ല. ഞങ്ങളുടെ വാർഡിലെ മെമ്പർ ഇതുവരെ ഈ സ്പോട്ടിൽ എത്തിയിട്ടില്ല. അല്ലാതെ മെമ്പർ വരാത്ത എന്തെങ്കിലും കൂടെ ഉദ്ദേശമുണ്ടോ? അപ്പൊ നിങ്ങൾക്ക് സപ്പോർട്ടിന് സ്വന്തം മെമ്പർ പോലും ഇല്ല, ജനങ്ങൾ മാത്രമേ ഉള്ളൂ. മെമ്പർ സമ്മതം കൊടുത്തതാ. ഈ മെമ്പർ തന്നെയാണ് കഴിഞ്ഞ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് സമ്മതം കൊടുത്തത്. അത്യാധുനിക രീതിയിൽ ഗ്യാസ് സിലിണ്ടർ ഉപയോഗിച്ചുള്ള ശ്മശാനവും മാലിന്യ സംസ്കരണ പ്ലാന്റുമാണ് ഇവിടെ നിർമ്മിക്കുന്നതെന്നും പ്രതിഷേധം വകവയ്ക്കാതെ നിർമ്മാണവുമായി മുന്നോട്ടു പോകാനാണ് പഞ്ചായത്ത് തീരുമാനമെന്നും ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് H. നജി മുഹമ്മദ് പറഞ്ഞു. പ്രവർത്തനം ആരംഭിക്കുന്നില്ല എന്ന ശക്തമായ വിവേചന പ്രക്ഷോഭം ഉയർന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ 2 വർഷം മുമ്പ് ടെൻഡർ ചെയ്തത്. 2 ലക്ഷം രൂപ അയാൾ EMD തന്നെ കെട്ടിവെച്ചിട്ടുണ്ട്. ആ പണി ആരംഭിക്കാൻ പഞ്ചായത്ത് കമ്മിറ്റി ശക്തമായ തീരുമാനം എടുത്തുകൊണ്ട് തുടങ്ങിയതാണ്. ഇങ്ങനെ ഇപ്പോഴാണ് ഇപ്പോൾ ഒരു പേപ്പർ കണ്ട് കോടതി സ്റ്റേ ഉണ്ടെന്ന് ഫർദർ പ്രൊസീഡിങ്സ് എന്താണ് ഞാൻ വായിച്ചത്, നമുക്കൊന്നും കിട്ടിയിട്ടില്ല. എന്തായാലും പോലീസിൻ്റെ എൻ്റെ അഭിപ്രായത്തിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലത്ത് ഇന്നത്തെ നടത്തിയിരിക്കുകയാണ്. ലീഗൽ ഒപ്പീനിയൻ കിട്ടിയതിന് ശേഷം നമ്മളും വക്കീലിനെ ഹൈക്കോടതി ഏർപ്പാട് ചെയ്തിട്ടുണ്ട്. വക്കീലിൻ്റെ ലീഗൽ ഒപ്പീനിയൻ്റെ അടിസ്ഥാനത്തിൽ ഫർദർ പ്രൊസീഡിങ്സ് നമ്മൾ ആരംഭിക്കും. ശ്മശാനമായിട്ട് മുന്നോട്ട് പോകും. അത് പിന്നെ മാറ്റിവയ്ക്കുന്ന പ്രശ്നമേ ഇല്ല. ഗവൺമെൻറ്റിൻ്റെ ഒരു പരിപാടിയാണിത്. പ്രതിഷേധം ശക്തമായാൽ എല്ലാവരും സഹകരിക്കാന്നുള്ളത് അഭ്യർത്ഥിക്കാനുള്ളൂ. പിന്നെ ഗവൺമെൻറ് തീരുമാനിക്കട്ടെ ബാക്കി കാര്യങ്ങൾ. നീലിക്കോണത്തെ 1 ഏക്കർ ഭൂമിയിൽ പൊതുശ്മശാനവും സ്ലോട്ടർ ഹൌസും സ്ഥാപിക്കാനാണ് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ശ്രമിക്കുന്നത്. 25 വർഷം മുമ്പാണ് പൊതുശ്മശാനത്തിനായി പഞ്ചായത്ത് നീലിക്കോണത്ത് 1 ഏക്കർ ഭൂമി വാങ്ങിയത്. 2000-ൽ ഇവിടെ നിർമ്മാണ പ്രവർത്തനങ്ങൾ നടത്താൻ ശ്രമിച്ചപ്പോഴേക്കും പ്രദേശത്ത് ജനവാസം ആരംഭിച്ചിരുന്നു. തുടർന്നുണ്ടായ പ്രതിഷേധത്തിന്റെ ഭാഗമായി തുടർ പ്രവർത്തനങ്ങൾ നിർത്തിവെക്കുകയായിരുന്നു. പ്രവർത്തനങ്ങളിൽ കാലതാമസം വരുത്തിയതുകൊണ്ടാണ് പദ്ധതിക്കെതിരെ ജനകീയ എതിർപ്പ് ഉയർന്നുവന്നത്. 1990-ൽ നീലിക്കോണത്തെ ഭൂമി പഞ്ചായത്ത് വാങ്ങുമ്പോൾ സമീപ പ്രദേശങ്ങളിൽ എങ്ങും ജനവാസം ഉണ്ടായിരുന്നില്ല. 90 വാങ്ങിച്ച വസ്തു എന്ന് അവർ പറയുന്നു. അന്ന് ഈ പരിസരവാസികളെ വിളിക്കുകയോ ആരും അടുത്തുമെന്ന് ചോദിക്കുകയോ ചെയ്തില്ല. രണ്ടാമത് അവരിങ്ങനെ സ്കീം വരുന്നൊന്നും പരിസരവാസികൾ പോലും അറിഞ്ഞിട്ടില്ല. അവർ കൊട്ടേഷൻ കൊടുത്തു കഴിഞ്ഞ് വലിയ ടെൻഡർ എല്ലാം കഴിഞ്ഞ് പണവും കെട്ടിവെച്ച പിന്നാണ് ജനങ്ങളെ വിളിച്ച് ഒരു ബോധവൽക്കരണമെന്ന് പറഞ്ഞ് കൊണ്ടുവന്നത്. പിന്നെ അതുമായിട്ട് ഞങ്ങൾ തടസ്സപ്പെടുത്തി. പുതിയ കമ്മിറ്റി വന്നിട്ട് ഇതുവരെ നിലവിൽ ഞങ്ങളെ ഒരു കാര്യത്തിനും വിളിച്ചിട്ടില്ല. ഇത് എന്തുവാണെന്ന് പോലും അറിയത്തില്ല. അപ്പൊ അങ്ങനെ ഇപ്പൊ ഞങ്ങൾ കോടതി പോയി നിർത്തിവെപ്പിക്കാനെ കൊണ്ടുള്ള സ്റ്റേ വാങ്ങിച്ചു. അപ്പൊ അവര് പറയുന്നത് എന്ത് വന്നാലും ഞങ്ങൾ ഇത് ചെയ്തേ പോകത്തുള്ളൂ എന്ന് പറഞ്ഞ് ഞങ്ങൾ ഈ തടഞ്ഞ സ്ഥിതിക്ക് ഞങ്ങളെ വിളിച്ച് പ്രദേശവാസികളെ വിളിച്ചൊരു ഇത് എന്തുവാണെന്ന് ഒരു പറയാനോ അല്ലെങ്കിൽ ഒരു ഇത് ജോബം വെച്ച് കൂട്ടാനോ തയ്യാറാകാത്ത ഒരു കമ്മിറ്റി അവർ ധിക്കാരപരമായിട്ട് പറയാം ഞങ്ങൾ എന്ത് വന്നാലും ഞങ്ങൾ ചെയ്തേ പോകത്തുള്ളൂ എന്നുള്ള രീതിയിലാണ് അവർ നിൽക്കുന്നത്. ഇവിടെ താലൂക്ക് ആശുപത്രി വരുമെന്ന് പറഞ്ഞു. താലൂക്ക് ആശുപത്രി വരുമെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ഇവിടെ എല്ലാ ആൾക്കാരും കൂടി. പക്ഷെ അത് നടന്നില്ല. നടക്കാതെ വന്നപ്പോഴത്തേക്ക് പിന്നെ MLA ഇവിടെ ഒന്ന് പരസ്യമായിട്ട് പറഞ്ഞു ഇവിടെ ഒരു കാരണവശാലും ശ്മശാനം വരുത്തില്ല. ഫ്ലാറ്റ് വെച്ച് ഒന്നെങ്കിൽ ഹോസ്പിറ്റൽ അല്ലെങ്കിൽ ഫ്ലാറ്റ് ഇന്ന് നടത്തി തരാൻ MLA ഇവിടെ പരസ്യമായിട്ട് പറഞ്ഞു. തൽക്കാലത്തേക്ക് നിർത്തി ഇത് പരിശോധിച്ചിട്ട് അങ്ങനെ കോടതി ഉത്തരവുണ്ടെങ്കിൽ അത് പരിശോധിച്ചിട്ട് അത് തുടർ നടപടി വരുന്നതാണ്. ഇനി ഇവരെ അറിയിപ്പിച്ചിട്ടായിരിക്കും ഇനി തുടങ്ങുന്നതിന് മുമ്പ് അറിയിപ്പിക്കുമായിരിക്കും. പഞ്ചായത്തിന്റെ ഉത്തരവാദിത്തം അനുസരിച്ച് അത് അറിയിപ്പിക്കും. 2013-ൽ പൊതുമാർക്കറ്റിലെ മാലിന്യങ്ങൾ നിക്ഷേപിക്കാൻ ഈ സ്ഥലം തെരഞ്ഞെടുത്തെങ്കിലും ജനകീയ പ്രക്ഷോഭം ശക്തമായതിനെ തുടർന്ന് അത് നിർത്തിവെക്കുകയായിരുന്നു. നിലവിൽ നീലിക്കോണത്തെ ഭൂമിക്ക് ചുറ്റും 150-ലധികം വീടുകളാണ് ഉള്ളത്. താലൂക്കിലേക്ക് പൊതുവായുള്ള ശ്മശാനം നിർമ്മിക്കാനാണ് പഞ്ചായത്ത് തീരുമാനിച്ചിരിക്കുന്നത്. പ്രദേശവാസികളുടെ ആശങ്ക പരിഹരിച്ച് നീലിക്കോണത്ത് ശ്മശാനം നിർമ്മിക്കണമെന്ന് BJPയും ആവശ്യപ്പെട്ടു. എന്നാൽ കോൺഗ്രസ് മെമ്പർമാരെ അറിയിക്കാതെയാണ് നിർമ്മാണവുമായി പഞ്ചായത്ത് മുന്നോട്ടു പോയതെന്നും താൻ നാട്ടുകാർക്കൊപ്പമാണെന്നും ശ്മശാനം നിർമ്മിക്കാൻ അനുവദിക്കില്ലെന്നും വാർഡ് മെമ്പർ ഷേഖ് ഫരീദ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചു. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. നീലിക്കോണത്തെ ശ്മശാന നിർമ്മാണവുമായി ബന്ധപ്പെട്ട് ജനങ്ങളെ തെറ്റിദ്ധരിപ്പിക്കുകയാണെന്ന് പഞ്ചായത്ത് അധികൃതർ.
വാർഡ് മെമ്പർ സ്ഥലത്ത് എത്താത്തതിനും പ്രതിഷേധം ശക്തമാകുന്നുണ്ട്. പത്തനാപുരം ഗ്രാമപഞ്ചായത്തിലെ നടുക്കുന്ന് വാർഡിൽ ഉൾപ്പെടുന്ന നീലിക്കോണത്ത് പൊതുശ്മശാനവും മാലിന്യ സംസ്കരണ പ്ലാന്റും നിർമ്മിക്കാനുള്ള നടപടികളുമായി മുന്നോട്ടു പോകാനാണ് ഗ്രാമപഞ്ചായത്തിന്റെ തീരുമാനം. പ്രദേശവാസികളെ ആരോ തെറ്റിദ്ധരിപ്പിച്ചതിന്റെ ഭാഗമായാണ് ഇത്തരം പ്രതിഷേധങ്ങൾ ഉണ്ടായതെന്ന് വികസനകാര്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ സി രാജേന്ദ്രൻപിള്ള പറഞ്ഞു. പത്തനാപുരം ഗ്രാമപഞ്ചായത്ത് ഒരു ശ്മശാനവും അതോടൊപ്പം തന്നെ മാലിന്യ സംസ്കരണത്തിനും വേണ്ടി 1 ഏക്കർ സ്ഥലമാണ് ഇവിടെ വാങ്ങിയത്. അത് ഈ ആവശ്യത്തിൽ നിന്ന് പറഞ്ഞ് തന്നെയാണ് എൻ്റെ ഡോക്യുമെന്റേഷൻ നടത്തിയത്. ഏതാണ്ട് 10-18 വർഷം ആവുന്നു. നമ്മളെ സംബന്ധിച്ച് കഴിഞ്ഞ 3 ഭരണസമിതിയും അവരുടെ പ്രകടന പത്രികയിലും ജനങ്ങൾക്ക് കൊടുത്ത വാഗ്ദാനങ്ങളിലും ഇതിവിടെ പൂർത്തിയാക്കും എന്നുണ്ടായിരുന്നു. ഈ പുതിയ ഭരണസമിതിക്ക് അത് നടപ്പിലാക്കേണ്ട ബാധ്യതയുണ്ട്, നടപ്പിലാക്കാനുള്ള ദൃഢനിശ്ചയമുണ്ട്. അതിൻ്റെ ഭാഗമായിട്ടാണ് ഈ കോൺട്രാക്റ്റ് കൊടുത്തിട്ട് തന്നെ 5-10 വർഷങ്ങളാകുന്നു. അതിങ്ങനെ ഓരോ സ്പിൽ ഓവർ എന്ന് പറഞ്ഞ് മാറ്റി ഏതാണ്ട് 40 ലക്ഷത്തോളം രൂപ പഞ്ചായത്തിന് ഇങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കുക. ഇനി അതങ്ങനെ നമുക്ക് കാത്തിരിക്കാൻ കഴിയത്തില്ല. ഇത് ഇവിടെ നടപ്പിലായി മതിയാകത്തുള്ളൂ. പിന്നെ ജനങ്ങളുടെ ആശങ്കയുണ്ട്. ആശങ്ക പൂർണ്ണമായും നമുക്ക് അകറ്റേണ്ടതായിട്ടുണ്ട്. ഇത് വെറുതെ ഉള്ള ഒരു പ്രോജക്റ്റ് അല്ല. ഇത് വളരെ ഭംഗിയായി ഒരു ശാസ്ത്രീയമായി എല്ലാ ആധുനിക സൗകര്യങ്ങളോടും കൂടി ഗ്യാസ് ക്രിമറ്റോറിയമാണ് നമ്മളിവിടെ ഉദ്ദേശിക്കുന്നത്. ഈ ഗ്യാസ് ക്രിമറ്റോറിയത്തിൽ നിന്ന് പുകയോ അങ്ങനെയുള്ള യാതൊരു സാധനങ്ങളോ പുറത്തേക്ക് പോകുന്നതല്ല. പിന്നെ ഇതിന്റെ മുമ്പിൽ നല്ലൊരു ഗാർഡൻ, അതോടൊപ്പം തന്നെ വളരെ മനോഹരമായി ഈ പ്രദേശം അലങ്കരിച്ച് ചുറ്റുമതിലും കെട്ടി ഇതിന്റെ ഒരു സ്ഥിരം എംപ്ലോയിയും ഇവിടെ ഉണ്ടായിരിക്കും. അങ്ങനെ വളരെ മനോഹരമായി ആർക്കും ആശങ്കയില്ലാത്ത രീതിയിൽ ഇത് പൂർത്തീകരിക്കാനാണ് പഞ്ചായത്ത് കമ്മിറ്റി തീരുമാനിച്ചിട്ടുള്ളത്. അത് ഇത്തരത്തിലുള്ള ആളുകൾക്ക് പ്രതിഷേധമുണ്ടെങ്കിൽ അവർ നമ്മളോട് ഒന്ന് സമീപിക്കുകയും ഇതിന്റെ സ്കെച്ച്, അതിന്റെ വീഡിയോ ക്ലിപ്പിംഗ് എന്ത് കാണിക്കാനും നമ്മൾ അതിന് തയ്യാറാണ്. അത്യാധുനിക രീതിയിലുള്ള പൊതുശ്മശാനം ഗ്യാസ് സിലിണ്ടർ മുഖേനയായിരിക്കും പ്രവർത്തിക്കുന്നത്. കൂടാതെ മനോഹരമായ പൂന്തോട്ടവും ശ്മശാനത്തിൽ ഉണ്ടാകും. ജനങ്ങൾക്ക് യാതൊരുവിധ ബുദ്ധിമുട്ടും ഉണ്ടാകാത്ത തരത്തിലായിരിക്കും ശ്മശാനം പ്രവർത്തിക്കുന്നത്. പ്രതിഷേധമുയർന്നാലും നിർമ്മാണവുമായി മുന്നോട്ടു പോകുമെന്ന് ഗ്രാമപഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് ജെ നിഷയും പറഞ്ഞു. കളക്ടറുടെ പ്രത്യേക അനുമതിയോടുകൂടിയുമാണ് തീരുമാനമുണ്ട്. പൊല്യൂഷൻ കൺട്രോളിന്റെ എല്ലാ രാഷ്ട്രീയ പാർട്ടികളും അനുകൂലമാണ്. പിന്നെ ചെയ്യാന്നുള്ളത് സാധാരണ ജനങ്ങളുടെ ആവശ്യമാണ്. ക്രിസ്ത്യൻസിനാണെങ്കിലും മുസ്ലിംസിനാണെങ്കിലും ശരി തന്നെ അവർക്ക് അവരുടേതായ ശ്മശാനങ്ങളുണ്ട്. പള്ളി ശ്മശാനമുണ്ട്. എല്ലാ പഞ്ചായത്തിലും നടപ്പിലാക്കണമെന്നുള്ളത് ഗവൺമെന്റിന്റെ തീരുമാനവുമാണ്. പിന്നെ സാധാരണ ജനങ്ങൾ 3 സെന്റ് സ്ഥലം അല്ലെ 2 സെന്റ് സ്ഥലത്ത് താമസിക്കുന്ന ആളുകൾക്ക് ഇത് ഏറ്റവും കൂടുതൽ പ്രയോജനപ്പെടുമെന്നുള്ളതിന്റെ പേരിലാണ് നമ്മൾ ഇതിന് ഏറ്റവും കൂടുതൽ മുന്നോട്ട് വന്നതും. ഈ പഞ്ചായത്ത് ഭരണസമിതി 18 പേരും അതിനെ അനുകൂലിച്ചവരുമാണ്. 19 പേരുള്ളതിൽ എഴുതി ഒപ്പിട്ടതാണ്. അത് നമ്മൾ അനുകൂലിച്ച് ഈ ഒരു പദ്ധതി നടപ്പിലാക്കണമെന്നുള്ളത് ഈ വർഷം തന്നെ, ഈ 5 വർഷത്തിനകത്ത് തന്നെ ഇത് പൂർത്തീകരിച്ച് ഇതിന്റെ പണി പൂർത്തീകരിച്ച് നടപ്പിലാക്കണമെന്നുള്ള തീരുമാനം. സ്ഥലം വാർഡ് മെമ്പർ എം ഷേഖ് പരീദ് സ്ഥലത്തെത്താത്തതിനു പിന്നിൽ ഗൂഢനീക്കമുണ്ടെന്ന ഇടത്തറ വാർഡ് മെമ്പർ ഒ സൈനുലാബ്ദീനും പ്രതികരിച്ചു. പാലക്കാട് പോയിരിക്കാന്നാ പറയുന്നത്. ഇതിന്റെ ഒറിജിനൽ പ്രമാണം പോക്കറ്റ് ചെയ്ത് രസീത് കരം തീർന്നെടുത്ത വ്യക്തിയാണ് ഞാൻ. എവിടെ പോയാലും ഇവിടെ 100 ഏക്കർ 1 സെന്റ് സ്ഥലമുണ്ട്. ഇതിൽ 51 സെന്റ് മശാനം അല്ലാതെ ഒരു പണിയും ചെയ്യാൻ പാടില്ല. അങ്ങനെയുള്ള വ്യവസ്ഥയിലാണ് ഈ പഞ്ചായത്തിന്റെ സ്ഥലം എടുത്തിരിക്കുന്നത്. ഈ സ്ഥലം എടുക്കുമ്പോൾ നജീബ് മുഹമ്മദ് ഷെയ്ഖ് പരീദ് അന്ന് കമ്മിറ്റിക്കാരാണ്. അവരുടെ തീരുമാനപ്രകാരം അന്ന് വസ്തു വാങ്ങിച്ച ഈ വസ്തുവിൽ ഒരു കാരണവശാലും ഹൈക്കോടതി പോലും പറഞ്ഞിട്ടുണ്ട് മിനിഞ്ഞാന്ന് പത്തനാപുരം ഗ്രാമപഞ്ചായത്തിൽ നിന്നല്ല കേരളത്തിലെ മൊത്തം ഗ്രാമപഞ്ചായത്തിലും മശാനം പണിതിരിക്കണം. പണിയാത്ത പക്ഷം പഞ്ചായത്ത് സെക്രട്ടറിയും നാട്ടുകാരും ആരൊക്കെ എതിർക്കുന്നു ഇവരെല്ലാം ആ കേസിന് കോടതി ധിക്കരിച്ചതായിട്ടുള്ള തെളിവെടുക്കും. ഇത്രയും തീരുമാനമായിട്ട് നല്ല അതും പോരാഞ്ഞിട്ട് 4 ഗ്യാസ് കുറ്റി അതിനകത്ത് ഫിറ്റ് ചെയ്യുന്നത് 85 അടി 7 ഗ്യാസ് കുറ്റി 85 അടി ഉയരത്തിൽ അതിന്റെ ഫെയർ പൈപ്പ് പോകുന്നത്. താഴോട്ട് അതിന്റെ പൈപ്പുള്ളത്. ഇതിനകത്ത് യാതൊരു ഗ്യാസോ ഒന്നുമില്ല. ഇവർക്ക് പോയിട്ട് തിരുവല്ലയിലെ പിന്നെ മശാനം പോയിട്ടാണ് തിരുവനന്തപുരം പത്തനംതിട്ട മുനിസിപ്പാലിറ്റിക്ക് അകത്ത് പുനലൂര് കടയ്ക്കൽ എല്ലാം പ്രവർത്തനമാണ്. എല്ലാ മശാനവും പ്രവർത്തിക്കുന്നു. ഗവൺമെന്റ് തീരുമാനപ്രകാരവും സർക്കാരിന്റെയും കോടതി ഉത്തരവ് പ്രകാരം ചെയ്യേണ്ട പണികൾ കൃത്യമായിട്ട് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത്. ഞങ്ങൾ ഇതിനപ്പുറം എന്ന് പറയുന്നത് ഞങ്ങൾ വളരെ സാമ്പത്തികം കുറഞ്ഞ ആൾക്കാരാണ് താമസിക്കുന്നത്. പട്ടികജാതിക്കാരാണ് ഏറ്റവും കൂടുതൽ താമസിക്കുന്നത്. ഞങ്ങൾക്ക് ഇതൊരു ദോഷം തന്നെയാണ്. ഞങ്ങളുടെ കുട്ടികളെയൊക്കെ ഒന്ന് കല്യാണം കഴിച്ചുകൊണ്ടെങ്കിൽ ഈ വസ്തുവൊക്കെ വിറ്റിട്ട് വേണം ഞങ്ങൾക്ക് കല്യാണം കഴിച്ചുവിടാൻ. അതിന് വില കിട്ടത്തില്ലെന്നുള്ളത് ഒന്നാമത്തെ കാര്യമാണ്. ഇങ്ങനെയുള്ള ശ്മശാനങ്ങൾ വന്നു കഴിഞ്ഞാല് ഞങ്ങളുടെ പ്രദേശത്തിന് വില കിട്ടത്തേ ഇല്ല. ഞങ്ങളുടെ ജീവിതം താറുമാറായി പോകും. കുറെ ദൂരമുണ്ട് സ്ഥലം. പത്തനാപുരം പഞ്ചായത്തിന് കിഴക്കോട്ടൊക്കെ ഒത്തിരി സ്ഥലങ്ങളുണ്ട്. ഇതെന്തെങ്കിലും രാഷ്ട്രീയ ഇടപെടൽ മൂലം ഇവിടെ തന്നെ വേണമെന്ന് ചില വാശി പിടിക്കുവാണോ? അതെ, ഇപ്പോഴത്തെ
കമ്മ്യൂണിസ്റ്റ് ഭരണക്കാർ കൊണ്ടുവരണമെന്ന് ഇവിടുത്തെ അവരുടെ ഭരണം ആയതുകൊണ്ട് അവരത് കൊണ്ടുവരണമെന്ന് പറയും. അത് നമുക്കൊന്നും പറയാൻ പറ്റുന്ന കാര്യമില്ല. അല്ല, ഇവര് ഇത് പണിയാനായിട്ട് മുന്നോട്ട് പോകുന്ന നിങ്ങളുടെ ഭാഗത്തു നിന്നുള്ള അടുത്ത നടപടി എന്തോ അത് പറ. പാവപ്പെട്ട ആൾക്കാര് വീടില്ലാതെ 3 സെന്റ് സ്ഥലം പോലും ഇല്ലാതെ കഴിയുന്ന എത്രയോ കുടുംബങ്ങളുണ്ടെന്ന് അറിയാമോ? അവർക്ക് 3 സെന്റ് സ്ഥലം വീട് വെച്ച് കൊടുക്കും, മാന്യമായ രീതിയിൽ ഒരു വീട് വെച്ച് കൊടുക്കും. അതാണ് ഏറ്റവും നല്ലത്. ശ്മശാനം കൊണ്ടുവന്ന് ഈ പ്രദേശം പുരോഗമനം നടത്താനാണെങ്കിൽ അത് നല്ലതല്ല. അതേ ഞങ്ങൾക്ക് പറയാനുള്ളൂ. രാഷ്ട്രീയ ഭേദമന്യേ പ്രദേശവാസികളുടെ പ്രതിഷേധം ശക്തമായ സാഹചര്യത്തിൽ നിർമ്മാണത്തിനുള്ള അനുകൂല വിധി നേടാനും ജനങ്ങളെ ബോധവൽക്കരിക്കാനുമുള്ള ശ്രമത്തിലാണ് പത്തനാപുരം ഗ്രാമപഞ്ചായത്ത്. ന്യൂസ് ബ്യൂറോ, പത്തനാപുരം. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകര, പുനലൂർ. സദ്യ, ബിരിയാണി, ഫ്രൈഡ് റൈസ് തുടങ്ങി എല്ലാവിധ കാറ്ററിംഗ് സർവീസുകളും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. കൂടാതെ വിവാഹ സംബന്ധമായ മേശ, കസേര, പന്തൽ വർക്കുകൾ, അലങ്കാരങ്ങൾ എന്നിവയും ആൻസി കാറ്ററിംഗ് സർവീസിൽ നിന്നും ഉത്തരവാദിത്വത്തോടെ ചെയ്ത് നൽകപ്പെടുന്നു. ആൻസി കാറ്ററിംഗ് സർവീസ്, മഞ്ഞവൻകാല, പുനലൂർ. ഫോൺ 9388709485. സ്വർണം വാങ്ങാൻ പോകുന്നു എങ്കിൽ ഇടിമണ്ണിക്കൽ ജ്വല്ലറിയിൽ നിന്ന് തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. BIS ഹാൾമാർക്കുള്ള 916 ആഭരണങ്ങൾ ലഭിക്കുന്ന ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. എനിക്ക് നേരിട്ട് അറിയാവുന്നതാ ഇടിമണ്ണിക്കൽ സ്വർണത്തിന്റെ മഹിമ. സ്വർണം വാങ്ങുന്നെങ്കിൽ ഇടിമണ്ണിക്കൽ സ്വർണം തന്നെ വാങ്ങൂ. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി. അതാ ബുദ്ധി. ഇടിമണ്ണിക്കൽ ജ്വല്ലറി, പുനലൂർ, റാന്നി, ചിറ്റാർ, ചങ്ങനാശ്ശേരി, കാഞ്ഞിരപ്പള്ളി, മുണ്ടക്കയം, മുക്കുട്ടുതറ. അതാ ബുദ്ധി. വൈറ്റ് പെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ. സാരി, ചുരിദാർ മെറ്റീരിയൽസ്, കിഡ്സ് വെയർ, ജെന്റ്സ് വെയർ, പാർട്ടി വെയർ തുടങ്ങി ക്വാളിറ്റി ടെക്സ്റ്റൈൽസ് ഉൽപ്പന്നങ്ങൾ. വൈറ്റ് പെൽ ഫാഷൻ ഡെസ്റ്റിനേഷൻ, മെയിൻ റോഡ്, പുനലൂർ. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്, മെയിൻ റോഡ്, പുനലൂർ. സാനിറ്ററി ആൻഡ് ബാത്റൂം ഫിറ്റിംഗ്സ്, ടൈൽസ്, പാരിവെയർ, പ്ലംബിംഗ് പൈപ്പുകൾ, കിച്ചൺ കബോർഡ്, ആക്സസറീസ്, ഗുണമേന്മ, വിൽപ്പനാനന്തര സേവനം എന്നിവ ഞങ്ങളുടെ മാത്രം പ്രത്യേകതയാണ്. തൊട്ടുകടവിൽ ട്രേഡേഴ്സ്. എന്റെ കാഴ്ചശക്തി പൂർണ്ണമായും വീണ്ടെടുത്തു തന്നത് നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റൽ അല്ലേ? ഇതിന് ഏറ്റവും മികച്ച ചികിത്സ നമ്മുടെ ശങ്കേഴ്സ് ഐ ഹോസ്പിറ്റലിൽ ഉണ്ടല്ലോ. കാറ്ററാക്ട്, ഗ്ലൂക്കോമ ആൻഡ് ഡയബറ്റിക് ഐ കേസ്. പവിത്രമായ സ്വർണ്ണാഭരണങ്ങൾ സ്വന്തമാകുന്നത് സ്വപ്നം കാണാത്തവരാരുണ്ട്? ട്രഡീഷണൽ ആൻഡ് ട്രെൻഡി ഡിസൈൻസ്, ഏറ്റവും കുറഞ്ഞ പണിക്കൂലി. ഏവർക്കും സ്വാഗതം. പവിത്രം ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ്, പോസ്റ്റ് ഓഫീസ് ജംഗ്ഷൻ, പുനലൂർ. കഴിഞ്ഞ 32 വർഷമായി പ്രവർത്തിച്ചു വരുന്ന ദേവി ഇലക്ട്രിക്കൽ ഏജൻസീസിന്റെ ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ് ഡിവിഷന്റെ നവീകരിച്ച ഷോറൂം. 25,000 സ്ക്വയർ ഫീറ്റിൽ വിസ്തൃതമായ ടൈൽസ്, ഗ്രാനൈറ്റ്, സാനിറ്ററി വെയർ, പ്ലംബിംഗ് ഐറ്റംസ് എന്നിവയുടെ ഡിസ്പ്ലേ. ദേവി ടൈൽസ് ആൻഡ് ഗ്രാനൈറ്റ്സ്, പെട്രോൾ പമ്പിന് എതിർവശം, MC റോഡ്, ഏനാർ. ഇനിയെന്നും ഗൃഹോപകരണങ്ങൾ പലിശരഹിത വായ്പയിലൂടെ സ്വന്തമാക്കാൻ അവസരം. നോക്കട്ടെ. വൈറ്റ് മാർട്ട്, സൗത്ത് ഇന്ത്യസ് ലാർജസ്റ്റ് ഹോം അപ്ലയൻസസ് റീറ്റെയിൽ നെറ്റ്വർക്ക്. കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ് എല്ലാ പ്രമുഖ കമ്പനികളുടെയും എയർ കണ്ടീഷണറുകൾ, ടെലിവിഷനുകൾ, റെഫ്രിജറേറ്ററുകൾ, മിക്സികൾ, ഗ്രൈൻഡറുകൾ, ഗ്യാസ് സ്റ്റവുകൾ, ഇൻഡക്ഷൻ കുക്കറുകൾ, ഹാൻഡ് ബോക്സുകൾ, തയ്യൽ മെഷീനുകൾ, ഹോം തിയേറ്ററുകൾ, ലാപ്ടോപ്പ്, സെറ്റ് ടോപ്പ് കമ്പ്യൂട്ടറുകൾ തുടങ്ങി ഇലക്ട്രോണിക്സ് ആൻഡ് ഇലക്ട്രിക്കൽ ഉൽപ്പന്നങ്ങൾ, പെയറുകൾ ഇവിടെ നിന്നും മിതമായ വിലയിൽ ലഭ്യമാണ്. കുറുമ്പേലിൽ ഇലക്ട്രോണിക്സ്, SBTക്ക് സമീപം, മെയിൻ റോഡ്, പുനലൂർ. പുനലൂരിൽ BDJS നേതൃത്വത്തിൽ സായാഹ്ന ധർണ സംഘടിപ്പിച്ചു. KSRTC ജംഗ്ഷനിൽ നടന്ന ധർണ പാർട്ടി ജില്ലാ പ്രസിഡന്റ് K. സോമരാജൻ ഉദ്ഘാടനം ചെയ്തു. സംസ്ഥാന സർക്കാരിന്റെ ജനദ്രോഹ നയങ്ങൾക്കെതിരെയായിരുന്നു സമരം. മണ്ഡലം പ്രസിഡന്റ് ഏരൂർ സുനിൽ ചടങ്ങിൽ അധ്യക്ഷത വഹിച്ചു. BDJS ജില്ലാ പ്രസിഡന്റ് A. സോമരാജൻ യോഗം ഉദ്ഘാടനം ചെയ്തു. 5 ലക്ഷത്തോളം പേര് പെൻഷൻ ഈ സർക്കാർ നിലനിർത്തുകയാണ്, ഇല്ലാതാക്കുകയാണ്. ഇവിടെ ഏകം നടന്നുകൊണ്ടിരിക്കുന്നത് കൊലപാതകം, യാതൊരു ദാക്ഷിണ്യവുമില്ലാതെ, യാതൊരു ഹൃദയശുദ്ധിയുമില്ലാതെ ദീർഘദാക്ഷിണ്യം നടത്തുകൊണ്ടിരിക്കുകയാണ്. ഓരോ കൊലപാതകം നടക്കുമ്പോഴും എത്ര സഹോദരികൾ വിധവയാകുന്നു, എത്ര കുടുംബങ്ങൾ അനാഥമാകുന്നു, എത്ര ജന്മങ്ങൾ ഇല്ലാതാകുന്നു. ഇതെല്ലാം ഓർത്ത് വിലപിക്കുന്ന എത്ര കുടുംബങ്ങളാണ് ഓരോ ദിവസവും ഈ കേരളത്തിൽ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. BDJS നേതാക്കളായ K. സുശീലൻ, അടുക്കളമൂല ശശിധരൻ, ജയശ്രീ തിലകൻ, പ്രദീപ് തെങ്ങുംകുഴിയിൽ, K. ലബുകുമാർ തുടങ്ങിയവർ സംസാരിച്ചു. ലൈവ് വാർത്ത, പുനലൂർ. കുന്നിക്കോട് കാവൽപുര ആമ്പൽക്കുളം സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ആമ്പൽക്കുളം നവീകരിച്ചു.
യുവാക്കളാണ് നവീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം വഹിച്ചത്. കാട് മൂടിക്കിടന്ന ആമ്പൽക്കുളമാണ് യുവാക്കൾ നവീകരിച്ചത്. മാലിന്യങ്ങൾ നിറഞ്ഞുകിടന്ന ആമ്പൽക്കുളം വളരെ കഷ്ടപ്പെട്ടാണ് യുവാക്കൾ വൃത്തിയാക്കിയത്. കുന്നിക്കോട് തലവൂർ റൂട്ടിലുള്ള ആമ്പൽക്കുളം വർഷങ്ങളായി കാട് പിടിച്ച് ആരും തിരിഞ്ഞു നോക്കാനില്ലാത്ത അവസ്ഥയിലായിരുന്നു. പ്രധാന ജലസ്രോതസ് കൂടിയായിരുന്ന ഈ ഭാഗം ശുചീകരിച്ചതോടെ ആമ്പൽക്കുളം ഇനി സംരക്ഷണ പാതയിലാണ്. നിരവധി യുവാക്കളാണ് ശുചീകരണ പ്രവർത്തനങ്ങൾക്ക് നേതൃത്വം നൽകിയത്. മുണ്ട് കഴുകുകയും പിന്നെ പശുവിനെ കുളിപ്പിക്കുകയും പിന്നെ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ആൾക്കാർ കുളിക്കുകയും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്തുകൊണ്ടിരുന്നതായിരുന്നു. പിന്നെ ഒരു കാലഘട്ടത്തിൽ ഇത് പിന്നെ റെയിൽവേയുടെ പണിയൊക്കെ വന്നു കഴിഞ്ഞ് ഇത് സ്വയം കാട് കയറി നശിക്കുകയും പിന്നെ അറിവ് മാലിന്യങ്ങൾ കൊണ്ട് തള്ളുകയും പിന്നെ കുറെ പാമ്പ് ശല്യം അങ്ങനെ അറിവ് മാലിന്യങ്ങൾ തള്ളുന്നതിന്റെ ഭാഗമായിട്ട് പട്ടിശല്യം അങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടായിരുന്നു. ഇപ്പം ഇവിടുത്തെ പൊതുജനങ്ങളുടെ ഇടപെടൽ മൂലം ഇത് ഇപ്പം വൃത്തിയാക്കി റെയിൽവേയുടെ സാങ്ഷനും മേടിച്ച്. കുഞ്ഞുമോൻ കോട്ടവട്ടം, ന്യൂസ് ബ്യൂറോ, കുന്നിക്കോട്. അഞ്ചൽ ഏരൂർ കാഞ്ഞുവയൽ സമരസമിതിക്ക് മുന്നിൽ അധികൃതർ മുട്ടുമടക്കി. കാഞ്ഞുവയലിൽ സ്റ്റോപ്പ് അനുവദിക്കാമെന്ന് KSRTC അധികൃതർ അറിയിച്ചു. വളരെ നാളുകളായി കാഞ്ഞുവയൽ നിവാസികളുടെ ആഗ്രഹമായിരുന്നു കാഞ്ഞുവയലിൽ ഒരു ബസ് സ്റ്റോപ്പ് എന്നത്. ഇതിനായി NK പ്രേമചന്ദ്രൻ MPയെ സമീപിച്ചതിന്റെ അടിസ്ഥാനത്തിൽ MP ഇടപെടുകയും 1/9/2016 സ്റ്റോപ്പ് അനുവദിച്ചുകൊണ്ട് കളക്ടർ ഉത്തരവിടുകയും ചെയ്തു. എന്നാൽ 3 മാസം കഴിഞ്ഞിട്ടും ഉത്തരവ് നടപ്പിലാക്കാഞ്ഞതിനാൽ ജനങ്ങൾ അധികാരികളെ സമീപിച്ചെങ്കിലും തണുപ്പൻ പ്രതികരണമായിരുന്നു ഫലം. തുടർന്ന് രോഷാകുലരായ ജനങ്ങൾ സമരസമിതി രൂപീകരിച്ച് സമരത്തിനിറങ്ങുകയും ബസ്സുകൾ വഴിയിൽ തടയുകയും ചെയ്തു. എന്നാൽ സമരത്തെ അതിജീവിക്കാൻ KSRTC അധികാരികൾ ബസ്സുകൾ വഴിതിരിച്ചു വിട്ടെങ്കിലും സമരസമിതിയുടെ ശക്തമായ ഇടപെടൽ മൂലം KSRTC സോണൽ ഓഫീസ് ജില്ലാ RTO സുരേഷ് കുമാറിന്റെ നേതൃത്വത്തിൽ ചർച്ച വിളിച്ചു ചേർക്കുകയും ബുധനാഴ്ച മുതൽ കാഞ്ഞുവയലിൽ ബസ് നിർത്താമെന്ന ധാരണയിലെത്തുകയുമായിരുന്നു. ചർച്ചയിൽ സമരസമിതി കൺവീനർ സിറാജുദ്ദീൻ, കോൺഗ്രസ് നേതാക്കളായ ഏരൂർ സുഭാഷ്, PB വേണുഗോപാൽ, CPI ലോക്കൽ കമ്മിറ്റി സെക്രട്ടറി അജിത് കുമാർ, CPM ലോക്കൽ സെക്രട്ടറി J പത്മൻ, ഏരൂർ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ഓമന മുരളി, വൈസ് പ്രസിഡന്റ് S സന്തോഷ്, സക്കീർ ഹുസൈൻ, വിവിധ യൂണിയൻ തൊഴിലാളികൾ എന്നിവർ ചർച്ചയിൽ പങ്കെടുത്തു. ന്യൂസ് ബ്യൂറോ, അഞ്ചൽ. അഞ്ചൽ അരിപ്ലാച്ചി പിനാക്കിൾ എഞ്ചിനീയറിംഗ് കോളേജിന് സമീപം തീപിടുത്തമുണ്ടായി. ഫയർഫോഴ്സിന്റെ ശ്രമഫലമായി തീ നിയന്ത്രണ വിധേയമാക്കി. കഴിഞ്ഞ ഞായറാഴ്ച രാവിലെയാണ് പിനാക്കിൾ കോളേജിന് സമീപം പുരയിടത്തിൽ തീപിടുത്തമുണ്ടായത്. തീപിടുത്തത്തിന്റെ കാരണം വ്യക്തമായിട്ടില്ല. ഉണങ്ങിയ കരിയിലകളിൽ പടർന്നു കത്തിയ തീ കോളേജ് സെക്യൂരിറ്റിയുടെ ശ്രദ്ധയിൽപ്പെട്ടതിനാൽ ഉടൻ കോളേജ് അധികൃതരെയും ഫയർഫോഴ്സിനെയും വിവരം അറിയിക്കുകയായിരുന്നു. ഉടൻ തന്നെ പുനലൂരിൽ നിന്നും ഫയർഫോഴ്സ് സ്ഥലത്തെത്തി തീ പടർന്നു പിടിക്കാൻ സാധ്യതയുള്ളതിനാൽ പത്തനാപുരത്തു നിന്നും കടക്കലിൽ നിന്നും ഓരോ യൂണിറ്റ് ഫയർഫോഴ്സ് കൂടി സ്ഥലത്തെത്തുകയായിരുന്നു. ഫയർഫോഴ്സിന്റെ ശ്രമഫലമായി തീ കോളേജിലേക്കും കൂടുതൽ സ്ഥലത്തേക്കും പടർന്നു പിടിക്കാതെ നിയന്ത്രിക്കുവാൻ സാധിച്ചു. ലൈവ് വാർത്ത, അഞ്ചൽ. ദുബായിൽ മരിച്ച യുവാവിന്റെ മൃതദേഹം ബുധനാഴ്ച നാട്ടിലെത്തിക്കും. കുളത്തൂപ്പുഴ സ്വദേശി ഷിബുവാണ് കഴിഞ്ഞ 1-ന് ദുബായിൽ മരണപ്പെട്ടത്. കുളത്തൂപ്പുഴ കായ്ക്കര കുന്നമ്പുറം ചരിവിള പുത്തൻ വീട്ടിൽ C ജെയിംസ്, അമ്മിണി ജെയിംസ് ദമ്പതികളുടെ മകനായിരുന്നു ഷിബു. 35 വയസ്സായിരുന്നു. 1-ാം തീയതിയാണ് ദുബായിൽ ഷിബു മരണപ്പെട്ടത്. മൃതദേഹം ബുധനാഴ്ച രാവിലെ തിരുവനന്തപുരം വിമാനത്താവളത്തിലെത്തിച്ച് തുടർന്ന് വീട്ടുവളപ്പിൽ പൊതുദർശനത്തിന് വെച്ച ശേഷം സംസ്കരിക്കും. ന്യൂസ് ബ്യൂറോ, കുളത്തൂപ്പുഴ. BIS 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണങ്ങളുടെ എക്സ്ക്ലൂസീവ് ഷോറൂം വിജയകൃഷ്ണ ജുവല്ലേഴ്സ്, കൊട്ടാരക്കര, പുനലൂർ, ചടയമംഗലം. സിറ്റി അലൂമിനിയം ട്രേഡേഴ്സ്, ചെമ്മന്തൂർ, പുനലൂർ. മികച്ച പ്രാവീണ്യം നേടിയ ഞങ്ങൾ അലൂമിനിയം പാർട്ടീഷൻ, സൂപ്പർ സ്ലൈഡിംഗ് വിൻഡോസ്, ഫോൾ സീലിംഗ്സ്, സ്ട്രക്ചറൽ ഗ്ലേസിംഗ് കൂടാതെ എല്ലാവിധ അലൂമിനിയം ഫാബ്രിക്കേഷൻ വർക്ക്സും മെറ്റീരിയൽസും ഞങ്ങളിൽ നിന്ന് മിതമായ വിലയിൽ പർച്ചേസ് ചെയ്ത് നിങ്ങളുടെ സൗകര്യാർത്ഥം ചെയ്തു നൽകപ്പെടുന്നു. സിറ്റി അലൂമിനിയം. അഞ്ചൽ സെയിന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ മൾട്ടി സ്പെഷ്യാലിറ്റി, സൂപ്പർ സ്പെഷ്യാലിറ്റി വിഭാഗത്തിലുള്ള എല്ലാത്തരം രോഗങ്ങൾക്കും പ്രതിവിധി നൽകുന്നു. പരിചയസമ്പന്നരും പ്രഗത്ഭരുമായ ഡോക്ടേഴ്സ്, ഡയാലിസിസ് യൂണിറ്റ്, ബ്ലഡ് ബാങ്ക്, ക്ലിനിക്കൽ ലാബ്,
ന്യൂറോ ICU, കാർഡിയക് ICU, സർജിക്കൽ ICU മുതലായ നൂതന സൗകര്യങ്ങളോട് കൂടിയ സെന്റ് ജോസഫ് മിഷൻ ഹോസ്പിറ്റൽ. വിശ്വസ്തയുടെ 24 വർഷങ്ങൾ. പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്. പത്തനാപുരത്തും സമീപ പ്രദേശങ്ങളിലുമുള്ള ജനങ്ങളെ സംതൃപ്തരാക്കിക്കൊണ്ട് ഞങ്ങൾ 24 വർഷങ്ങൾ പിന്നിട്ടിരിക്കുന്നു. ഒരു വീടിനാവശ്യമായ എല്ലാവിധ സാധനങ്ങളും മിതമായ വിലയ്ക്ക് നൽകുന്ന പത്തനാപുരത്തെ ഏക സ്ഥാപനം പി ചന്ദ്രശേഖരൻ നായർ, ഹാർഡ്വെയർ മർച്ചന്റ്, കാരുണ്യ മാർബിൾസ്, ഗ്രാനൈറ്റ്സ് ആൻഡ് വെട്രിഫൈഡ് ടൈൽസ്, കല്ലുംകടവ്, പത്തനാപുരം. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഫോൺ 0475 2273 634. മനോഹരവും ഉറപ്പുള്ളതുമായ ഫർണിച്ചറുകൾ സ്വന്തം പണിശാലയിൽ മാത്രം നിർമ്മിച്ചു നൽകുന്നു. തേക്ക്, ഈട്ടി മുതലായ തടികളിൽ നിർമ്മിച്ച ഫർണിച്ചറുകൾ മിതമായ വിലയ്ക്ക് യഥേഷ്ടം തിരഞ്ഞെടുക്കുവാൻ സന്ദർശിക്കൂ. രേവതി ഫർണിച്ചർ, അഗസ്ത്യക്കോട്, അഞ്ചൽ. ഞങ്ങളുടെ സഹോദര സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. എല്ലാവിധ തടികളും ഉരുപ്പിടികളും മൊത്തമായും ചില്ലറയായും മിതമായ വിലയിൽ ലഭിക്കുന്ന അഞ്ചലിലെ ഏക സ്ഥാപനം രേവതി സാമിൽ ആൻഡ് ടിംബർ വർക്ക്സ്, ഗുരുക്ഷേത്രത്തിന് സമീപം, അഗസ്ത്യക്കോട്, അഞ്ചൽ. കനാൽ പുറമ്പോക്ക് നിവാസികൾക്ക് പട്ടയം അനുവദിക്കാൻ തീരുമാനമായത് താനും റവന്യൂ മന്ത്രിയുമായുള്ള ചർച്ചയിലാണെന്ന് KB ഗണേഷ് കുമാർ MLA. വർഷങ്ങളായി താമസിക്കുന്നവർക്ക് മാത്രമേ പട്ടയം അനുവദിക്കൂ എന്ന് MLA വ്യക്തമാക്കി. കനാൽ ഭൂമിയെ സംബന്ധിച്ച് കനാൽ പുറമ്പോക്കിൽ താമസിക്കുന്നവർ വളരെ വ്യക്തമായി ഞാൻ പറയുകയാണ്. കനാൽ പുറമ്പോക്കിൽ വർഷങ്ങളായി താമസിക്കുന്നവർക്ക് പട്ടയം കൊടുക്കാൻ സർക്കാർ തീരുമാനിച്ചിട്ടുണ്ട്. ഭൂമിയില്ലാത്തവർ, മറ്റ് സ്ഥലങ്ങളിൽ ഭൂമിയില്ലാതെ ഇവിടെ താമസിക്കുന്നവർക്ക്, വർഷങ്ങളായി താമസിക്കുന്നവർക്ക് പട്ടയം കൊടുക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിൽ കഴിഞ്ഞ ദിവസം റവന്യൂ മന്ത്രിയും ഞാനും കൂടി തിരുവനന്തപുരത്ത് യോഗം ചേർന്നു. ആ യോഗത്തിന്റെ തീരുമാനം അനുസരിച്ച് ഈ പ്രദേശങ്ങൾ കേരള കല്ലട ഇറിഗേഷൻ പ്രോജക്റ്റിന്റെ ഉദ്യോഗസ്ഥരും തഹസീൽദാരുടെ നേതൃത്വത്തിൽ സർവേ ഉദ്യോഗസ്ഥന്മാരോട് സർവേ ചെയ്യാൻ തീരുമാനിച്ചു. അതിനുള്ള വേണ്ടപ്പെട്ട സർവേയർമാരെ നിയമിക്കാൻ മന്ത്രി നിർദ്ദേശിച്ചിരുന്നു. ആ നിർദ്ദേശത്തിന്റെ അടിസ്ഥാനത്തിൽ ജില്ലാ കളക്ടർ സർവേയർമാരെ നിയോഗിച്ചു. ഇന്നലെ മുതൽ 9-ാം തീയതി 9/1/2017 മുതൽ അതിന്റെ സർവേ ആരംഭിച്ചിട്ടുണ്ട്. പ്രത്യേകം എല്ലാവരും ശ്രദ്ധിക്കണം, വീടും ഭൂമിയുമായി താമസിക്കുന്നവർ മാത്രം. കഴിഞ്ഞ ആഴ്ച വീട് വെച്ചവർക്കില്ല. വർഷങ്ങളായി ഭൂമിയും വീടുമായി അവിടെ താമസിക്കുന്നവർക്കാണ്. അവിടെ സ്ഥലം കയ്യേറി വെച്ച് കൃഷി ചെയ്തിട്ട് കൊട്ടാരക്കരയിലും തലൂരും ഒക്കെ താമസിച്ച് പട്ടായിലൊക്കെ താമസിച്ചിട്ട് വരുന്നവർക്ക് ഭൂമി ഉണ്ടാവുകയില്ല. അവിടെ വർഷങ്ങളായി വീട് വെച്ച് താമസിക്കുന്ന ആ നാട്ടുകാരായ ആളുകൾക്ക് കനാലിന് ആവശ്യമുള്ള സ്ഥലം എടുത്തതിന് ശേഷം ബാക്കി സ്ഥലത്ത് നിന്ന് ഗവൺമെൻറ് നിർദ്ദേശിച്ച പ്രകാരം വീടും അതോടൊപ്പം 10-15 സെന്റ് സ്ഥലം, അത് എത്രയാണെന്ന് ഗവൺമെൻറ് തീരുമാനിക്കും. നിയമപരമായി പട്ടയം കൊടുക്കാൻ പറ്റുന്ന കേരളത്തിലെ നിയമം അനുസരിച്ചുള്ളത് ഉള്ള സ്ഥലം നൽകും. അതാണ് ഇതിൻ്റെ തീരുമാനം. അത് കൃത്യമായി നടപ്പിലാക്കും. എല്ലാവരും സഹകരിക്കുക. ഇതിൻ്റെ പേരിൽ ആർക്കും ഒരു പൈസയുടെ പിരിവ് കൊടുക്കാൻ പാടില്ല. യാതൊരു സാമ്പത്തിക ഇടപാടുമില്ല. പട്ടയം കൊടുക്കുന്ന സമയത്ത് ഗവൺമെൻറ്റിൽ എന്തെങ്കിലും ഫീസ് അടയ്ക്കാനുണ്ടെങ്കിൽ അതല്ലാതെ അപേക്ഷയ്ക്ക് ഇതിനെന്ന് പറഞ്ഞ് ആർക്കും ഒരു പൈസ കൊടുക്കാൻ പാടില്ല. ഇത് തികച്ചും സർക്കാർ സൗജന്യമാണ്. പട്ടയം കൊടുക്കുന്ന സമയത്ത് എന്തെങ്കിലും ഔദ്യോഗികമായ ഫീസ് താലൂക്കിൽ കിട്ടാനുണ്ടെങ്കിൽ അപ്പോൾ പറയും, അത് ചെയ്യുക എന്നുള്ളതല്ലാതെ ഒരാൾക്കും ഇതിന് പേരിൽ യാതൊരു പിരിവുകളും നടത്താൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. എടുത്തു പറയാണ്, ആരും ചെയ്യുന്നത്. ഇത് നമ്മൾ 2001 ഞാനിവിടെ MLA ആയ കാലത്ത് നിങ്ങളോട് പറഞ്ഞ വാക്കാണ്. അത് പാലിക്കാൻ വേണ്ടി ഞങ്ങളെല്ലാവരും കൂട്ടായിട്ട് ജനപ്രതിനിധികളും പൊതുപ്രവർത്തകരും എല്ലാവരും ശ്രമിക്കുകയാണ്. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പരമാവധി ആളുകൾക്ക് പട്ടയം വാങ്ങിച്ചു കൊടുക്കുക. പ്രത്യേക അപേക്ഷ ഒന്നിപ്പോൾ കൊടുക്കേണ്ട. പരിശോധനയ്ക്ക് വരുന്ന ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ അപേക്ഷ വാങ്ങിച്ചോളും. ആ ഉദ്യോഗസ്ഥന്മാർ നിങ്ങളുടെ പുരയിടം അളന്നുകൊള്ളും. ആരെയും അതിനിടയിൽ നിന്നുകൊണ്ട് അപേക്ഷ വാങ്ങിക്കാനോ ഒന്നും ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ല. കേരള സ്റ്റേറ്റ് ബോഡി ബിൽഡിംഗ് അസോസിയേഷന്റെ ആഭിമുഖ്യത്തിൽ നടന്ന ജില്ലാ ശരീര സൗന്ദര്യ മത്സരത്തിൽ അരുൺ മോഹനെ മിസ്റ്റർ കൊല്ലമായി തെരഞ്ഞെടുത്തു. വാളകം അനുഗ്രഹ ഓഡിറ്റോറിയത്തിലായിരുന്നു മത്സരം സംഘടിപ്പിച്ചത്. ലോക ശരീര സൗന്ദര്യ മത്സരത്തിൽ ഇന്ത്യയ്ക്കു വേണ്ടി പങ്കെടുത്ത അബ്ദുൾ ബുഖാരിയാണ് അരുണിന്റെ പരിശീലകൻ. പുനലൂർ മിസ്റ്റർ ഇന്ത്യ മൾട്ടി ടീം അംഗമായ അരുൺ പുനലൂർ മാത്ര അഖിൽ നിവാസിൽ മോഹനന്റെ മകനാണ്. അബ്ദുൾ ബുഖാരിയുടെ പരിശീലനത്തിലൂടെയാണ് അരുണിന് മികച്ച പ്രകടനം കാഴ്ചവെക്കാൻ സാധിച്ചത്. മിസ്റ്റർ കൊല്ലമായി തിരഞ്ഞെടുക്കപ്പെട്ട അരുണിനെ നാട്ടുകാരും അഭിനന്ദിച്ചു. ഞാൻ വേൾഡ് കോമ്പറ്റീഷൻ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടുണ്ട്. വേൾഡ് ബ്രോൺസ് മെഡലാണ്. എൻ്റെ സ്റ്റുഡൻസ് ഒത്തിരി സ്റ്റുഡൻസുകളുണ്ട്. അതിൽ എൻ്റെ ഒരു ബെസ്റ്റ് സ്റ്റുഡൻ്റാണ് മിസ്റ്റർ അരുൺ. നെക്സ്റ്റ് കോമ്പറ്റീഷൻ മിസ്റ്റർ കേരള മത്സരത്തിന് വേണ്ടി പാർട്ടിസിപ്പേറ്റ് ചെയ്യാൻ വേണ്ടിയുള്ള തയ്യാറെടുപ്പ് നടന്നുകൊണ്ടിരിക്കുകയാണ്. ഈ മാസം 22-22 മത്സരം. അത് കഴിഞ്ഞ മിസ്റ്റർ ഇന്ത്യ മത്സരിക്കും. അതിനുവേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പും നടന്നുകൊണ്ടിരിക്കുകയാണ്. ലൈവ് വാർത്ത പുനലൂർ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. തെന്മല ഫോറസ്റ്റ് ഡിവിഷനിൽ പുലിയെ ചത്ത നിലയിൽ കണ്ടെത്തി. ചത്തത് 6 വയസ്സുള്ള ആൺപുലി.
പത്തനാപുരം നീലിക്കോണത്ത് പൊതു ശ്മശാനത്തിന്റെ നിർമ്മാണം നാട്ടുകാർ തടഞ്ഞു. നിർമ്മാണം പൂർത്തീകരിക്കുമെന്ന് അധികൃതർ. അഞ്ചൽ അരിപ്ലാച്ചിയിൽ തീപിടുത്തം. എഞ്ചിനീയറിംഗ് കോളേജിന് സമീപമാണ് കാറിന് തീപിടിച്ചത്. ഇതോടെ വാർത്തകൾ സമാപിക്കുന്നു. നന്ദി, നമസ്കാരം. ചാനൽ ലൈവ് ഒരുക്കുന്ന ക്ലാസിക്കൽ നൃത്ത റിയാലിറ്റി ഷോ വസന്തോത്സവം. ക്ലാസിക്കൽ നൃത്തത്തിൽ അഭിരുചിയുള്ള 17 വയസ്സ് വരെയുള്ള മത്സരാർത്ഥികൾക്ക് പങ്കെടുക്കാം. രണ്ടാം ഘട്ട ഓഡിഷൻ പത്തനാപുരത്ത്. കൂടുതൽ വിവരങ്ങൾക്ക് 9446547555 9446521555.